വെൽക്കം ബാക്ക്. പോലീസ് തുടരുന്നു. ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനെ പീഡിപ്പിച്ചതായി പരാതി. കന്യാകുമാരി സ്വദേശിയാണ് പരാതി നൽകിയത്. രാത്രിയിൽ സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ രണ്ടുപേരെത്തി സുഹൃത്തിനെ മർദ്ദിച്ച ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് റയീസ് ചെന്നൈ ജിന്നു. റയീസ്, ഇപ്പോൾ അവിടെ പ്രതിഷേധം ശക്തമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ക്യാമ്പസിനകത്ത് നിന്നുള്ളവർ തന്നെയാണോ പ്രതികളെന്ന സംശയമാണോ പോലീസിനുള്ളത്? കാരണം ഈ ക്രൂരകൃത്യം നടന്ന സ്ഥലത്ത് CCTV പ്രവർത്തനരഹിതമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊടും ക്രൂരത. എന്താണ് കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അതോടൊപ്പം പ്രതിഷേധം അതിപ്പോൾ എങ്ങനെ പോകുന്നു അവിടെ? ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രതിഷേധം ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ പോലീസ് അധികൃതർ എത്തി, ഒപ്പം തന്നെ SFI പ്രവർത്തകർ, ഈ മാനേജ്മെന്റിലെ ചില അധികൃതരൊക്കെ ഇവിടെ എത്തി SFI പ്രവർത്തകരോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFI പ്രവർത്തകരും മറ്റ് ഇവിടെ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെയും ഇപ്പോൾ സമരം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കൊടും ക്രൂരതയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം രാത്രിയിൽ സുഹൃത്തുമൊത്ത് ക്യാമ്പസിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന, അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ഒരു കൊടും ക്രൂരത നേരിടേണ്ടി വന്നത്. കൂട്ടുകാരനുമായി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ രണ്ട് അജ്ഞാതരെത്തുന്നു. അവർ ഈ കുട്ടിയെ ഒരു കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് ബലാത്സംഗത്തിനിരയാക്കുന്നു. ശേഷം ചിത്രങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി പരാതിയായി പറയുന്നത്. കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനം, ഈ ക്യാമ്പസിൽ, തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസാണ്, സർക്കാർ ഊറ്റം കൊള്ളുന്ന, അഭിമാനം കൊള്ളുന്ന ക്യാമ്പസാണ്. ആ ക്യാമ്പസിലാണ് ഇത്തരത്തിലൊരു കൃത്യം നടന്നിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനം എന്തെന്നാൽ, ഈ ക്യാമ്പസിൽ കൃത്യമായിട്ടുള്ള CCTVകളില്ല, ഒപ്പം തന്നെ വിളക്കുകളില്ല. വലിയൊരു ക്യാമ്പസാണ്, ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന ഒരു ക്യാമ്പസാണ്. അവിടെ യാതൊരു സുരക്ഷയുമില്ല എന്നുള്ളത് ആവർത്തിച്ച് വിദ്യാർത്ഥികൾ പറയുന്നു. ഒപ്പം തന്നെ ചിലർ, നേരത്തെ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ചില വിദ്യാർത്ഥികൾ കൂടി പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. അവരൊക്കെയും പറയുന്നത് യാതൊരു സുരക്ഷയുമില്ലാത്ത ക്യാമ്പസാണ് എന്നുള്ളതാണ്. അടിക്കടി ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പലതും പുറത്തു വരുന്നില്ല എന്നുള്ള വിവരം കൂടി അവർ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ വലിയ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. നിലവിൽ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രത്യേക അന്വേഷണ സംഘങ്ങളാണ് ഇത് അന്വേഷിക്കുന്നത്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, എന്നാൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പെൺകുട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് എത്തിയത്. അതുകൊണ്ട് കൃത്യമായി പ്രതിയെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് പ്രധാനമായും പറയുന്നത് അവിടെ CCTV ഇല്ലാത്തത് കൊണ്ട് കൃത്യമായി ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഈ യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഒരു അപാകതയാണ്, അവരുടെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു പിഴവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു ക്യാമ്പസിൽ മതിയായ സുരക്ഷകൾ ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി തന്നെ വരുന്നുണ്ട്. എന്തായാലും 2 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. നിലവിൽ ഒരാളെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്തെന്നാൽ, സർക്കാർ ഇക്കാര്യത്തിൽ മൗനം വെടിയണം എന്നുള്ളതാണ്. കാര്യം ഏത് വിഷയം വന്നാലും കൃത്യമായി പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയും ഉള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ അവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവർ പരിമിതികൾ പറഞ്ഞ അന്വേഷണം വൈകിപ്പിക്കരുത്. ക്യാമ്പസ് ആകട്ടെ, നിരത്താകട്ടെ, വീടാകട്ടെ, പകലാകട്ടെ, രാത്രിയാകട്ടെ, സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. സ്ത്രീ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്.